ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈന്തപ്പഴം കൊണ്ടൊരു സ്പെഷ്യൽ വിഭവമായിട്ട് ചെയ്യാനുള്ള റെസിപ്പി ആയിട്ടാണ്. ഈന്തപ്പഴം നടു പൊളിച്ചെടുക്കണം, അതിലെ കുരു മാറ്റിയെടുക്കണം. അതിലേക്ക് വറുത്ത കപ്പലണ്ടി തോല് കളഞ്ഞിട്ട് അതിൻ്റെ ഉമി കളഞ്ഞിട്ടുള്ള കപ്പലണ്ടി അത് ഓരോന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ 2 എണ്ണം വീതം ഓരോ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലും വെച്ച് നിറയ്ക്കണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അത് നടു പൊളിച്ച് കുരു മാറ്റി കപ്പലണ്ടി ഉള്ളിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കും. പിന്നീട് ഒരു ബൗളെടുത്ത് അതിൽ 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അല്പം പഞ്ചസാര, അതിലേക്ക് പാകമായിട്ടുള്ള ഉപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാവണം. പേസ്റ്റ് രൂപത്തിൽ കലക്കി വെച്ചിട്ട് ഈ കപ്പലണ്ടി ഇട്ട് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഈ മാവിലേക്ക് മുക്കി വയ്ക്കുക. എല്ലാതും കൂടിയിട്ട് അതിലിട്ട് വയ്ക്കണം. അപ്പോൾ അതിൽ നിന്ന് ഞാനിത് ഇട്ടപ്പോൾ കുറച്ചൊരു കട്ടി കുറവ് തോന്നി. അപ്പോൾ കുറച്ചും കൂടി കടലമാവ് കുറച്ചും കൂടി ചേർത്തിട്ട് അല്പം കൂടി കട്ടിയാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ പിന്നെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഓരോന്നും വെളിച്ചെണ്ണ വെച്ച് ചൂടായപ്പോൾ അതിൽ മുക്കി ഇട്ട് പഴംപൊരി ഇടുന്ന പോലെ നമ്മൾ പൊരിച്ചെടുത്തു. കുറച്ചൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അത് നമുക്ക് മുക്കി മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ പാത്രം എടുത്ത് ഒരു ബൗളെടുത്തിട്ട് അതിൽ 1 സ്പൂണ് കടലമാവിൻ്റെ പൊടി ഇട്ടു. പിന്നീട് 1 ടീസ്പൂൺ കോൺഫ്ലവറാണ് വേണ്ടത്. അത് 1 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടു. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ലൈറ്റ് മധുരത്തിനായിട്ട് ഈന്തപ്പഴം മധുരമുള്ള കാരണം അതിൻ്റെ പുറമേ കൂടി ഒരു മധുരം വരാൻ വേണ്ടിയിട്ടുള്ള അത്രയും നേരിയൊരു മധുരം പഞ്ചസാര, അതിൽ 1 നുള്ള് ഉപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഒരു തുള്ളി വെള്ളം ചേർക്കുക. ഒരു കൊഴുപ്പ് രൂപത്തിലാവണം, എന്നെങ്കിലേ ഈന്തപ്പഴം മുക്കുമ്പോൾ അതിന് ശരിക്കും പിടിക്കുകയുള്ളൂ. അങ്ങനെ ഒരു തുള്ളി വെള്ളം മാത്രം ഒഴിച്ചിട്ട് അത് മാവ് അധികം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയായാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം മാവ് എടുത്തിട്ട് ഇത് കലക്കി വയ്ക്കും. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊന്തി കിടക്കും. അങ്ങനെ തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അത് കുറുന്നനെയുള്ളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ അതാ 1 തുള്ളി കൂടി വെള്ളം ഒഴിച്ചു. അപ്പോൾ നന്നായിട്ട് കലക്കിയെടുത്തു. ഈന്തപ്പഴം നിറച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴം എല്ലാതും ഇതിലേക്ക് ഇട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഇട്ടപ്പോൾ കുറച്ച് കട്ടി പോരാൻ തോന്നി. മാവൊക്കെ അതിൻ്റെ പുറം തൊലി തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈന്തപ്പഴം എടുത്ത് ഓരോന്നുമായിട്ട് അതിലേക്ക് ഇട്ടു. അപ്പോൾ മാവ് അല്പം കുറച്ചൊരു കട്ടി കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ടു. ആ പൊടി കടലമാവ് കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നെളിച്ച് വരുന്നത്. അപ്പോൾ അത് ഒരു തരിയും കൂടി കട്ടിയാവണം.
അപ്പോൾ ഒരു നുള്ളും കൂടി പൊടി ചേർത്ത് അങ്ങനെ അത് ആ പൊടിയും കൂടി ചേർത്ത് മിക്സാക്കിയിട്ട് മാവ് അപ്പോൾ ഇപ്പോൾ ശരിക്കും പാകമായിട്ടുണ്ട്. കട്ടി നല്ല പാകമായി. നഴലിച്ച് കാണുന്നില്ല. മാവ് മുക്കിയ മാവിൽ ഈന്തപ്പഴം മുക്കി കഴിഞ്ഞാൽ അതുമ്മേ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വെളിച്ചെണ്ണയിൽ മുക്കി പഴംപൊരി പോലെ നമ്മൾ പൊരിച്ചെടുക്കുക. കുറച്ചും കൂടി ഒരു ബ്രൗൺ കളറായാൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള സ്പെഷ്യൽ റെസിപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇപ്പോൾ അത് മാവ് മുക്കിയ ഈന്തപ്പഴം വെളിച്ചെണ്ണയിൽ ഇട്ടു. ഇട്ട് പഴംപൊരി പോലെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ പഴംപൊരിയുടെ കളറായിട്ട് ഇരിക്കുന്നുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് മുരിഞ്ഞ കളറായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതാ ഉണ്ടാവും പൊരിച്ച ഈന്തപ്പഴം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, കമൻ്റ് അറിയിക്കൂ. ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയിക്കൂ. അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം.